2024 മോളിവുഡിന് ഒരു ലക്കി വർഷമാണ്. അതുപോലെ തന്നെ ഈ വർഷം ലക്കിയായ ഒരു താര ജോഡിയുമുണ്ട് തെന്നിന്ത്യയിൽ. ഇറങ്ങുന്ന സിനിമകളിൽ വലിയൊരു ഭൂരിഭാഗവും ഹിറ്റടിച്ച് മുന്നേറ്റം നടത്തുകയും കളക്ഷനിൽ മുന്നിൽ നിന്നിരുന്ന പല പടങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ഇറങ്ങുന്ന ഓരോ പുതിയ സിനിമയും കയറി വരികയും ചെയ്യുമ്പോൾ കുറച്ചധികം സന്തോഷിക്കുന്ന ആ കപ്പിൾസ് മറ്റാരുമല്ല, ഫഹദ് നസ്രിയ താരദമ്പതികളാണ്. ഫഹദ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഹിറ്റടിച്ച് 100 കോടിയും കടന്ന് മുന്നേറുന്നു. തൊട്ടു പിന്നാലെ വിട്ടുകൊടുക്കാതെ നസ്രിയയും ഒരു പടത്തിൽ പ്രൊഡക്ഷൻ പാർട്ട്ണർ ആകുന്നു. അതും ഫഹദ് നായകനായ സിനിമ, അതും ഹിറ്റടിച്ച് 100 കോടി കടക്കുന്നു. നിരവധി ആരാധകരുള്ള താരജോഡികളാണ് നസ്രിയയും ഫഹദ് ഫാസിലും. സത്യം പറഞ്ഞാൽ ഇവർക്ക് 2024 എന്ന വർഷം വിജയങ്ങളുടെ വർഷമാണ്. കാരണമായത് ഈ വർഷത്തെ രണ്ടാമത്തെ 100 കോടി ചിത്രമായ പ്രേമലവും നാലാമത്തെ 100 കോടി ചിത്രമായ ആവേശവും എന്നീ ചിത്രങ്ങളാണ്. നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഓരോ സിനിമകളാണ് ഫഹദ് ഫാസിലും നസ്രിയയും ഈ വർഷം 100 കോടി ക്ലബിൽ എത്തിച്ചത്. ഈ വർഷത്തെ രണ്ടാമത്തെ 100 കോടി ചിത്രമായിരുന്നു പ്രേമലു. ഗിരീഷ് ഷെഡി സംവിധാനം നിർവഹിച്ച് നസ്ലിൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ഫഹദായിരുന്നു. ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ എന്നിവർ പങ്കാളികളായ ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രേമലുവിന്റെ നിർമ്മാതാക്കൾ. ഫെബ്രുവരി 9 തിയേറ്ററുകളിലെത്തിയ പ്രേമലു വളരെ പെട്ടെന്നാണ് പ്രേക്ഷക പ്രിയമായി മാറിയത്. യൂത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രെൻഡിങ് തമാശകളും പ്രണയവും ഫ്രണ്ട്ഷിപ്പും എല്ലാം ഒന്നിച്ചെത്തിയ ചിത്രം കളക്ഷനിൽ വലിയ കുതിപ്പായിരുന്നു നടത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ ചിത്രം 100 കോടിയും കടന്നു. കൂടാതെ കേരളത്തിന് പുറമെ ആന്ധ്രയിലും പ്രേമലു വലിയ വിജയമായിരുന്നു. സിനിമയുടെ തെലുങ്ക് ഡബിന്റെ റൈറ്റ്സ് വാങ്ങിയത് SS രാജമൗലിയുടെ മകൻ കാർത്തികേയായിരുന്നു. അങ്ങനെ നിർമ്മാതാവെന്ന നിലയിൽ പ്രേമലു ഫഹദിന് ഒരു ലക്കി മൂവിയായി മാറി. അടുത്തത് കോമഡിയും മാസും ഇമോഷൻസും എല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് എന്റർടൈനറായ ആവേശം എന്ന ചിത്രമാണ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നീ ബാനറുകളിലെത്തിയ ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി നസ്രിയായിരുന്നു. റീ ഇൻട്രൊഡ്യൂസിംഗ് ഫഹദ് എന്ന ടാഗ് ലൈനിൽ ഫഹദിന്റെ രംഗയെ അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ ശരിക്കും പടത്തിന്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഏറ്റെടുക്കുകയായിരുന്നു. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവന്റെ സംവിധാനത്തിലെത്തിയ ആവേശം ശരിക്കും പ്രേക്ഷകരിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. രംഗയുടെ ലുക്കും റീൽസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ആഴ്ചയാകുമ്പോഴേക്കും തിയേറ്ററുകളിൽ 100 കോടി കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ താരജോഡികൾ നിർമ്മാതാക്കളുടെ കുപ്പായമിട്ടപ്പോൾ കിട്ടിയത് കൊമേഴ്ഷ്യലി വമ്പൻ ഹിറ്റായ 2 ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മോളിവുഡ് വിജയത്തിൽ ഈ താരജോഡികൾക്ക് വലിയ പങ്കാണുള്ളത്. അതേസമയം മറ്റേതെങ്കിലും ഇൻഡസ്ട്രികളിൽ ഇതുപോലെ സ്റ്റാർ കപ്പിൾസ് ചേർന്ന് ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ടിട്ടുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.